ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2. നെക്സ്റ്റ്. ഓ, ഇത് കൺഫ്യൂഷൻ ആണല്ലോ. ഇതിലേതാണ്? കാറിൽ കയറി അറ്റൻഡൻസ് ആണ് 1 2 3 4. നമുക്ക് റെഡി ആവാൻ വേണ്ടി മാത്രം ഒരു 5 മണിക്കൂറോളം വേണം. ഇപ്പൊ കസിൻസിനൊക്കെ കല്യാണം ആണെങ്കിൽ രാത്രി തന്നെ എല്ലാവർക്കും ഓരോ ബോക്സ് സെറ്റ് ആക്കി വെക്കും. 1 2 3 4 5 6 7 ഈ നോട്ട്സിൽ എഴുതി വെക്കും. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. ആദ്യം ഒന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു, പിന്നീട് അതിനെ പൊരുത്തപ്പെട്ടു പോയി. അപ്പം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ പിടിച്ചു വാങ്ങിയതാണ്. പിന്നെ നമ്മള് ചാരിറ്റി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി സന്തോഷം വരുന്നുണ്ട്. എല്ലാ കാര്യക്കും ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ട് അതിൻ്റെതായിട്ട് ആൾക്കാർ പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ ആലോചിച്ചത്, നിങ്ങളൊരു കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എത്ര മണിക്ക് എണീറ്റ് ഇപ്പൊ ഒരു പണി തുടങ്ങേണ്ടി വരും? എല്ലാവരെയും ഒരുക്കി അതാലോചിക്കും. കല്യാണത്തേക്ക് പോണത് എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ ഇവരുടെ ഈ തിരക്ക് ആലോചിച്ച് അമ്മി പോകണ്ട പറയും. ഞാൻ അതിനെ സമ്മതിച്ചു കൊടുക്കും, അത്രയും തിരക്കാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണങ്ങൾ ഉണ്ടാവല്ലോ. ഇപ്പൊ കസിൻസിനൊക്കെ കല്യാണം ആണെങ്കിൽ രാത്രി തന്നെ എല്ലാവർക്കും ഓരോ ബോക്സ് സെറ്റാക്കി വെക്കും. ഉണ്ട് അവിടെ വീട്ടിൽ അങ്ങനെയാണ്. ഓരോ ബോക്സിൽ അവർക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും എല്ലാം സെറ്റാക്കി 1 2 3 4 5 6 7 സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ഇന്ന ആൾക്കാർക്കാണെന്ന് മാറ്റി വെക്കും. എങ്കിലും രാവിലെ എന്തെങ്കിലും ഒന്ന് കാണാതാവും. പിന്നെ ഫുള്ള് ധരിച്ചിലൊക്കെ ആയിരിക്കും. ചില സമയം കരച്ചിലായിരിക്കും. അമ്മ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി ഹെൽപ്പ് ആവുമായിരുന്നു. കാണാതാവല്ല, അവിടെ എല്ലാം ഉണ്ടെങ്കിലും അമ്മീനെ ഒന്ന് വിളിച്ച് ഒന്നും കൂടി ശല്യം ചെയ്ത് അമ്മീനെ ലേറ്റ് ആക്കണം. അമ്മി അതെവിടെ, അമ്മി ഇതെവിടെ, എല്ലാം പെട്ടിയിലുണ്ടാവും. എന്നാലും അതൊരു ഇത് ആക്ച്വലി നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ വീഡിയോയും കൂടെ എടുക്കണ്ടല്ലോ. ഏതെങ്കിലും കൊളാബും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ടെൻഷൻ പിന്നെ പറയണ്ട. നമുക്ക് റെഡി ആവാൻ വേണ്ടി മാത്രം ഒരു 5 മണിക്കൂറോളം വേണം. 4 മണിക്കൊക്കെ എണിച്ച് എല്ലാം സെറ്റാക്കി ഓരോരുത്തരായിട്ട് കുളിപ്പിക്കണല്ലോ. ഫസ്റ്റ് ചെറിയ കുട്ടികളിൽ അങ്ങനെ കുളിപ്പിച്ചു തരും. ചില യാത്ര ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി 2 മണിക്ക് ഓരോരുത്തരെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് കിടത്തും. ഞാൻ പറയും ഒരു കാറൊന്നും ഒരുങ്ങിക്കോളി, കാർ വണ്ടി ഓടിക്കും. ചില സമയങ്ങളിൽ കാറിൽ നിന്നാണ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കല്. ഉമ്മയോട് ഭയങ്കര ഇഷ്ടമുള്ള ആള്, ഏറ്റവും പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും. എല്ലാരും അങ്ങനെ തന്നെയാണ്. അതിലും ഇവൻ തന്നെയാണ്. ഇപ്പൊ മാറ്റം എന്നുള്ളൂ. 7 വയസ്സ് വരെയും ഇവൻ ബെഡിലോ പായയിലോ കിടന്നുറങ്ങിയിട്ടില്ല. ഇവന്റെ ബെഡ് ഞാനായിരുന്നു. ഇതിപ്പോ എല്ലാരും പറയുന്ന പോലെ അല്ല കേട്ടോ. ശരിക്കും നമ്മൾ കുറച്ച് വയ്യാതെ എടുത്ത് താഴെ അങ്ങനെ കിടത്തിയാലും അവൻ ഉറക്കത്തിൽ തപ്പി നേരെ വന്ന് മേലെ കയറി കിടക്കും. ഈ മോളെ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് കുറച്ച് റെസ്റ്റ് കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ബേബി ഉള്ളതുകൊണ്ട് മേലെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവൻ വന്ന് ചോദിച്ചു, ബേബി പുറത്ത് വന്നില്ല, ഇനി ഞാൻ കിടന്നോട്ടെ. ഓർമ്മയുണ്ടാവൊക്കെ. ഇപ്പൊ കുറെ ചേഞ്ചസ് അങ്ങനെ വന്നു. അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ തന്നെയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. അതായത് ഓരോ പ്രാവശ്യം അപ്പുറത്തെ റൂമിൽ TV ഉണ്ടാവും. മുമ്പ് TV കണ്ടിട്ട് വരും, ഇന്റർവെല്ലിന് വരുമ്പോ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്ക, പൊക, വീണ്ടും വരെ ഉമ്മ വെക്ക, കെട്ടിപ്പിടിക്ക, ഉമ്മ വെക്ക. അത്രയും അറ്റാച്ച്മെന്റ് ഇവൻ തന്നെയായിരുന്നു. ഇപ്പൊ കുറവ് ഇവനാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചു. കിട്ടൂല പയ്യന്, ഓടിപ്പോയി. ശരി, അപ്പൊ ഇനി